നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു. ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് തന്ന ഒരു ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും ഇവിടെ വരണം എന്നുണ്ട്. ഇനിയും വരണം എന്ന പ്രതീക്ഷയോടെ നമ്മുടെ ഈ ഒരു ഷോർട്ട് ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യുക. നമ്മൾ തിരിച്ച് പോവാണിന്ന്. കഴിഞ്ഞ 3 ദിവസത്തെ അപേക്ഷിച്ച് ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ഇന്നായിരുന്നു. ഇന്ന് ടെമ്പറേച്ചർ ഏതാണ്ട് അറൗണ്ട് 25 ഡിഗ്രി സെൽഷ്യസാണ്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഫുട്പാത്തും കണ്ടത്. അപ്പോൾ വിചാരിച്ചു ഓക്കെ, വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ ഫുട്പാത്തിലൂടെ നടന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. ബ്ലാക്ക് ഫോറസ്റ്റിലെ ഓരോ ഫോറസ്റ്റ് ഏരിയയ്ക്കും ഓരോ ഭംഗിയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ഫോറസ്റ്റ് ഏരിയാസിലൂടെ എക്സ്പ്ലോർ ചെയ്താലും നമുക്കൊരു മടുപ്പ് വരത്തില്ല. അപ്പോൾ അതുമല്ല, ഇങ്ങനെയുള്ള ഫോറസ്റ്റ് ഏരിയയിലൂടെ ഒക്കെ നടക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും ഒക്കെ ഇങ്ങനെ ഉണർന്നു വരുന്നത്. വണ്ടിയിലോട്ട് കയറുമ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് എന്നുള്ള രീതിയിലാണ് കയറിയത്. എന്നാലും വണ്ടിയിലിരിക്കുന്ന സമയത്ത് ഗൂഗിൾ മാപ്സിൽ നമ്മൾ പോകുന്ന വഴിക്ക് നിയറസ്റ്റ് ഏതെങ്കിലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ടിറ്റിസി ലേക്ക് കണ്ണിൽപ്പെട്ടത്. അതൊരു പോപ്പുലർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഏതാണ്ട് ആനുവലി ഒരു 2 മില്യൺസോളം ടൂറിസ്റ്റ് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് മിസ്സാക്കിയിട്ട് നമ്മൾ പോകണ്ട, ജസ്റ്റ് അവിടെ പോയിട്ട് ലേക്ക് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പ്ലാനിൽ പിന്നെയും ഒരു ചെറിയ മാറ്റം വരുത്തി. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ടിറ്റിസി ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ശരിക്കുള്ള പണി കിട്ടിയത് പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോഴാണ്. വണ്ടി ഇടാൻ ഒരു സ്ലോട്ട് പോലും അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഒരു ഹാഫ് ആൻ അവറോളം വണ്ടി കറങ്ങി ഇങ്ങനെ നിൽക്കുമായിരുന്നു ഒരു സ്ലോട്ട് നോക്കിയിട്ട്. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഒരു വണ്ടി ഇറക്കിയ സമയത്ത് നമ്മൾ അന്നേരം തന്നെ കിട്ടിയ ഒരു സ്ലോട്ടിൽ വണ്ടി കയറ്റി പാർക്ക് ചെയ്യുമായിരുന്നു. ഹേ ഗായ്സ്, ഇപ്പം നമ്മൾ സദേൺ ഷ്വാർസ്വാൾഡിലുള്ള ടിറ്റിസി ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ തന്നെ ലേക്കിലോട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അത് ഫോളോ ചെയ്തങ്ങ് പോയാൽ മതിയായിരുന്നു. നല്ല ലൈവ്ലി ആയിട്ടുള്ളൊരു വൈബാണ് നമുക്കിവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ കിട്ടിയത്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, നമുക്ക് കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതിപ്പോൾ ക്ലോത്ത്സ് ഒക്കെ ആയിക്കോട്ടെ, സ്വിംസ്യൂട്ട്സൊക്കെ നല്ല ഡിസ്കൗണ്ടഡ് റേറ്റിന് നമുക്ക് കാണാൻ പറ്റി. അതുപോലെ സ്നീക്കേഴ്സ്, പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ്, എക്സ്പെഷ്യലി സ്ട്രോബെറീസൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഐസ്ക്രീം പാർലേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഷോപ്സും 2 സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഭയങ്കര ധൈര്യശാലി കൊടുക്കാണ്ട് പാമ്പർ കിട്ടോ, പാമ്പറല്ല നനഞ്ഞിരിക്കും.
വന്ന് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയത് ഈ കൊച്ചു പിള്ളേർ അവർ പാമ്പേഴ്സ് ഇട്ടിട്ട് ഈ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ താറാവൊക്കെ ആണെങ്കിലെന്ന് വെച്ചാൽ ഇവരുടെ കൂടെ കളിക്കാൻ ചെല്ലുന്ന പോലെ ഇവരുടെ അടുത്തോട്ട് ചെല്ലുന്നത് ഞാൻ കുറച്ച് നേരം അവിടെ നോക്കി നിന്നു. കാര്യം അത്രയും നല്ല ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. ബോട്ടിങ്ങിന് പോകണോ? നമുക്ക് പൈസ നോക്കാം എത്ര. നെക്സ്റ്റ് ഇനിയിപ്പം ഒരു ബോട്ടിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബോട്ടിംഗ് അവരൊരു ഹാഫ് ആൻ അവറിലേക്ക് ചാർജ് ചെയ്യുന്നത് 8 euros ആണ്. മാക്സിമം ഒരു 4 പേർക്ക് വരെ കയറാൻ പറ്റുന്ന ബോട്ടാണ്. അപ്പോൾ നമ്മുടെ ബോട്ട് എത്തി. ഇനി ടിറ്റിസി ലേക്ക് നമ്മൾ ഈ ബോട്ടിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ആക്ച്വലി നമ്മളിപ്പോൾ ടിറ്റിസി ലേക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല സണി വെതറാ. എങ്ങനെ ഉണ്ടായിരുന്നു? ബോട്ടിംഗ് നമ്മൾ വിചാരിച്ചതിലും ഫൺ ആൻഡ് എൻജോയബിൾ ആയിരുന്നു. പെഡൽ ബോട്ടിംഗ് ആയതുകൊണ്ട് അത് ഫിസിക്കലി ഡിമാൻഡിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ കാലറീസ് കുറച്ച് ബേൺ ചെയ്തു. അങ്ങനെ കുറച്ച് കാലറീസ് അഗെയിൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് അടുത്തത് ഐസ്ക്രീം കഴിക്കാം. ഈ ചൂടത്ത് ഐസ്ക്രീം കഴിക്കുന്നതും ഒരു വൈബല്ലേ. ഈ വെയിലത്തെ ഒരു വാനില ഐസ്ക്രീം വാങ്ങിച്ചു. കോൺ ഐസ്ക്രീം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വണ്ടിയിലോട്ട് പോവുക. ഇനിയിപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ അധികം ലേറ്റ് ആകാതെ വീട്ടിലെത്തണം. അപ്പോൾ നമുക്ക് നേരെ പാർക്കിംഗ് സ്പേസിലോട്ട് പോവാം. ഓട്ടോപ്പാനെത്തി.
സോ ഗൈസ് നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോവുക. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബനാന ലീഫ് എന്നാണ്. ഇനി അറിയത്തില്ല, നമ്മുടെ മലയാളീസിൻ്റെ റെസ്റ്റോറൻ്റ് ആണോ എന്നറിയില്ല. പോയി നോക്കാം. വിശപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വിശപ്പായിരുന്നു. അപ്പോൾ നമ്മൾ 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചിട്ട് ബാക്കി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇതുവരെയുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് വീഡിയോ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ട്രാവൽ വിശേഷങ്ങളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ എക്സൈറ്റിംഗ് വീഡിയോസുമായിട്ട് നമ്മൾ വരും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.